സാധു കൊച്ചുകുഞ്ഞുപദേശി നിരാശനായിരുന്നില്ല. ഇന്ന് 2025 ഡിസംബർ 20 ശനിയാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2595 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്നലെ ഞാൻ എഴുതിയ ലേഖനം വായിച്ച പലരുടെയും അഭിപ്രായങ്ങൾ എനിക്ക് വളരെ സന്തോഷം തരുന്നതാണ്. നിങ്ങൾ ലേഖനം വായിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഷെയർ ചെയ്യുന്നു എന്നറിയുന്നതിലും സന്തോഷം. ഞങ്ങളുടെ ലേഖനങ്ങൾ ഷെയർ ചെയ്ത് കിട്ടിയവരും ഞങ്ങളെ വിളിക്കാറുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ലേഖനങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമേ. നിരാശ നമ്മെ തളർത്താറുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ അത് നുണയാണ്. എന്നാൽ നിരാശയെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ആശ്വാസം. നിരാശയെ അതിജീവിക്കാൻ താല്പര്യമില്ലാത്തവർ മറ്റൊന്നും നോക്കാതെ നിരാശയെ അതിജീവിക്കാൻ കഴിയുന്ന ദൈവശക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ ജീവിതം നശിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഇന്നലെ നമ്മുടെ ലേഖനത്തിൽ പരാമർശിച്ച ആ സാധു നമുക്ക് ഒരു ഉത്തേജകം ആകുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വരി പോലും എഴുതാൻ യോഗ്യനല്ല, പ്രാപ്തനുമല്ല. എങ്കിലും അദ്ദേഹം എഴുതിയ പാട്ടിൽ ഉള്ള ചില വരികൾ ഇവിടെ കുറിക്കട്ടെ. സാധു കൊച്ചുകുഞ്ഞ് ഒരു സുവിശേഷ വിശ്വാസിയായിരുന്നു. ഒപ്പം അദ്ദേഹം ഒരു സുവിശേഷം പറയുന്ന ഉപദേശിയുമായിരുന്നു. ഉപദേശം പറയുന്ന എല്ലാവരും ഉപദേശിമാരാണ്. വർഗീയവാദികളും ഉപദേശം പറയാറുണ്ട്. ഹിന്ദുത്വ തീവ്രവാദം, മുസ്ലിം ഭീകരത, ഒപ്പം ക്രിസ്തു മതപ്രചരണം നടത്തുന്ന എല്ലാവരും തത്വത്തിൽ ഉപദേശിക്കുന്ന ഉപദേശിമാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധു കൊച്ചുകുഞ്ഞ് ഒരു സുവിശേഷം ഉപദേശിക്കുന്ന ഉപദേശിയാണ്. എന്നാൽ നിങ്ങൾ ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ AI ചോദിക്കൂ. കൃത്യമായ വിവരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ നിരാശ മാറാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം മതിയാകും. അദ്ദേഹം എഴുതിയ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു എന്ന പാട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈസിയായി കിട്ടും. അതിലെ ഓരോ വരികളും അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും അദ്ദേഹം ലോകപരമായി വലിയ ധനികനായിരുന്നു എന്ന്. അല്ല കേട്ടോ, അദ്ദേഹം ദരിദ്രനല്ലായിരുന്നു. ദരിദ്രനായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ പരിമിതികളോട് കൂടെ പോറ്റി പുലർത്തിയ ഒരു ദൈവം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടോ? ആരും സഹായമില്ല, എല്ലാവരും പാരിൽ, കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്ന് എഴുതിയ വരികളുടെ പുറകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൂരെ നിന്നും വരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനോട് കടം ചോദിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ സാധു ദരിദ്രൻ്റെ ആവശ്യം മനസ്സിലാക്കിയ ആൾ കൂട മറച്ചു പിടിച്ച് കണ്ടില്ല എന്ന് മട്ടിൽ പോയപ്പോൾ അഭിമാനിയായ സാധു അയാളെ പിന്നിൽ നിന്നും വിളിച്ചില്ല, കടം ചോദിച്ചില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധു ഒരു ദുരഭിമാനി ആയിരുന്നു. അല്ല, കൂടെ കടം ചോദിക്കേണ്ട ഗതികേടുള്ള ഒരാൾ, കടം വാങ്ങിയത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാൾ, പിന്നെയും കടം ചോദിക്കാൻ മടിക്കുന്നു എങ്കിൽ അയാളെ ദുരഭിമാനി എന്ന് വിളിക്കാനും പറ്റില്ലല്ലോ. ദൈവമക്കൾ ആരോടും കടം ചോദിക്കരുത്, ഞാൻ ആരോടും കടം ചോദിക്കില്ല എന്നൊക്കെ വീമ്പ് പറയുന്നവരുണ്ട്. അവർ ആരാണെന്ന് അവരുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം അറിയുന്നു. വിധിക്കാൻ ഞാനും ആരുമല്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ സാധുവിന് ചില കല്യാണ വീട്ടിൽ ഒക്കെ ക്ഷണം കിട്ടാറുണ്ട്. അവിടെ ചെന്നാലും ഈ പാവ ഉപദേശിക്ക് മാന്യമായ സീറ്റും ഭക്ഷണവും ഒന്നും കിട്ടാറില്ല. അന്നത്തെ ഉപദേശിമാർ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടരായിരുന്നു. അവിടെയും അവർക്ക് അവജ്ഞ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ഈ സാധുവിൻ്റെ കണ്ണുകളെ ഈറൻ അണിയിച്ച വേർതിരിവായിരുന്നു. അന്ന് അദ്ദേഹം എഴുതി, കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ, ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. ഈ വരികളുടെ അർത്ഥം എല്ലാ വായനക്കാർക്കും അറിയണമെന്നില്ല. ഇത് തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയുള്ളവൻ്റെ ഉള്ളിലെ സന്തോഷമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ഭൂമി വിട്ടു പോകും. എവിടേക്കെന്ന് ആർക്കും അറിയില്ല. പരേതൻ്റെ ആത്മാവിന് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും അറിയില്ല ആ സത്യം. എന്നാൽ ആ സാധുവിന് അതറിയാമായിരുന്നു. എന്നെനിക്കും ഇതറിയാം. ഇന്ന് എനിക്കും ഇതറിയാം. ഇന്ന്
ഞാൻ അനുഭവിക്കുന്ന സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിന് അപ്പുറം ഒരു വിരുന്നുശാലയുണ്ട്. അവിടെ സുഭിക്ഷമായ വിരുന്നുണ്ട്. അവിടെ എന്നെ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ തിക്തതകൾക്കും മറുപടിയായി എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കും. ഈ പ്രത്യാശ എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? ഈ പാട്ടിൻ്റെ ഒടുവിൽ അദ്ദേഹം എഴുതി, ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിരുന്നു. ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിരുന്നു. അന്യൻ പരദേശി എന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എൻ്റേതത്രേ. ഇന്ന് പരദേശി, എന്നാൽ അന്ന് സകലത്തിനും അവകാശി. ശിവചേട്ടാ, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്താ കാര്യം? ഇപ്പോഴത്തെ എൻ്റെ മക്കളുടെ വിശപ്പല്ലേ എനിക്ക് വലിയ കാര്യം? അതേ സുഹൃത്തെ, ഈ സാധുവിൻ്റെ വിഷയം അതായിരുന്നു, എൻ്റെയും വിഷയം അതാണ്. പക്ഷേ ഒരു ക്രിസ്തു ഭക്തനോട് ക്രിസ്തു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഈ കൃപയാണ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നത്. ഈ കൃപയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് എന്ന് നിങ്ങളുടെ കുടുംബ കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558101. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.